ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്തൊരുക്കിയ ഫാമിലി ഡ്രാമ സിനിമയായിരുന്നു തുടരും. കഴിഞ്ഞ ദിവസം തിയേറ്ററിലേക്ക് എത്തിയ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതിലും മുകളിലുള്ള ഗംഭീര റെസ്പോൺസ് ആയിരുന്നു സ്വന്തമാക്കാൻ സാധിച്ചത്. ലോ ഹൈപ്പിൽ വന്ന സിനിമയായിട്ട് പോലും ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ബുക്കിംഗ് ഒക്കെ വേറെ ലെവലിലേക്കാണ് പോയത്. അതും റീസെൻ്റ്ലി വൻ ഹൈപ്പിൽ വന്ന എമ്പുരാനേക്കാളും ടിക്കറ്റുകളാണ് 24 മണിക്കൂറിനുള്ളിൽ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ വിറ്റ് പോയത്. 4,29,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി സിനിമ റിലീസായിട്ട് 24 മണിക്കൂറിനകം വിറ്റത്. 25 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ലഭിച്ച കളക്ഷനൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആദ്യ ദിനം 5 കോടി 10 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇതോടെ 2025 എമ്പുരാന് ശേഷം കൂടുതൽ കേരള ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് തുടരും മാറിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 90 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. ഓവർസീസിൽ നിന്ന് 10 കോടി 65 ലക്ഷം രൂപയും ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 6 കോടി രൂപയും സ്വന്തമാക്കിയ സിനിമയുടെ ഫസ്റ്റ് ഡേ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 16 കോടി 65 ലക്ഷം രൂപയാണ്. മോളിവുഡിൽ ടോപ്പ് 5 ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ സിനിമകൾ നോക്കിയാൽ എമ്പുരാൻ, മരക്കാർ, കിങ് ഓഫ് കൊത്ത, ഒടിയൻ, തുടരും ഇങ്ങനെയാണ് വരിക. ടോപ്പ് 5-ൽ 4 ലാലേട്ടൻ സിനിമയാണെന്നുള്ളതും ടോപ്പ് 10 എടുത്ത് നോക്കിയാലും തുടരും പോലെ ഒരു ലോ ഹൈപ്പിൽ വന്ന നോർമൽ സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. മലയാളികൾക്കും മലയാള സിനിമകൾക്കും മോഹൻലാൽ ആരാണെന്നുള്ളതിൻ്റെ ഉത്തരം തന്നെയാണ് ഈ കളക്ഷൻ റെക്കോർഡുകൾ. ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സ് നിറച്ച തുടരും എന്ന സിനിമയ്ക്ക് അർഹിക്കുന്ന കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ. രണ്ടാം ദിവസമായ ശനിയാഴ്ച കേരള കളക്ഷൻ 7 കോടിക്ക് മുകളിൽ വരുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക.